കുട്ടികൾക്കായുള്ള രുചികരമായ പാചകക്കുറിപ്പിനെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇനി പറയുന്നവ പഠിക്കും. കുട്ടികളുടെ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ പരിഗണിക്കേണ്ട കാര്യങ്ങൾ, അവർക്കായി ആരോഗ്യകരമായ ചില സസ്യാഹാര പാചകക്കുറിപ്പുകൾ തയ്യാറാക്കൽ. ദ്രുതഗതിയിലുള്ള വളർച്ചയുടെയും വികസനത്തിന്റെയും കാലഘട്ടമാണ് ബാല്യകാലം. ഈ കാലയളവിൽ ശാരീരികവും മാനസികവുമായ വികസനവും നടക്കുന്നു. അതിനാൽ കുട്ടികൾ മതിയായ പോഷകങ്ങൾ കഴിക്കേണ്ടത് പ്രധാനമാണ്. ചെറുപ്പത്തിൽ തന്നെ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. അവരുടെ ഭക്ഷണക്രമം എല്ലാ ഭക്ഷണ ഗ്രൂപ്പുകളും അടങ്ങിയ പോഷക സമ്പുഷ്ടമായതായിരിക്കണം. ഭക്ഷണം വർണ്ണാഭമായതും അവരെ ആകർഷിക്കുന്നതും ആയിരിക്കണം. കുട്ടികൾക്ക് നൽകാവുന്ന മറ്റ് ചില പാചകക്കുറിപ്പുകൾ നമ്മൾ ഇപ്പോൾ നോക്കും. ആദ്യത്തെ പാചകക്കുറിപ്പ് ലില്ലിയുടെ വിത്ത് കൊണ്ടുള്ള ഭേൽ. ഈ പാചകക്കുറിപ്പ് നിർമ്മിക്കാൻ ആവശ്യമായ ചേരുവകൾ ഇവയാണ്: 3/4 കപ്പ് ലില്ലിയുടെ വിത്ത്, 1/4 കപ്പ് അരിഞ്ഞ തക്കാളി, 1/4 കപ്പ് അരിഞ്ഞ സവാള, 2 ടേബിൾ സ്പൂൺ അരിഞ്ഞ മാമ്പഴം, 2 ടേബിൾ സ്പൂൺ വറുത്ത നിലക്കടല, 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, 2 ടേബിൾ സ്പൂൺ കഴുകിയ മല്ലിയില. നിങ്ങൾക്ക് ഇവയും ആവശ്യമാണ്. 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഉപ്പെടുക്കുക. രീതി: ഒരു ചട്ടിയിൽ ഇടത്തരം തീയിൽ ലില്ലിയുടെ വിത്ത് വറുക്കുക. വറുത്തു കഴിഞ്ഞ് അവയെ ചട്ടിയിൽ നിന്ന് നീക്കം ചെയ്ത് കുറച്ച് മിനിറ്റ് തണുപ്പിക്കുക. ബാക്കി ചേരുവകൾ അതിലേക്ക് ഓരോന്നായി ചേർക്കുക. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് വിളമ്പുക. അടുത്ത പാചകക്കുറിപ്പ് പനീറാണ്. ഈ പാചകത്തിന് ആവശ്യമായ ചേരുവകൾ ഇവയാണ്: 50 ഗ്രാം അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചിരകിയ പനീർ, 100 ഗ്രാം അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ തൈര്, 1/2 കപ്പ് അരിഞ്ഞ സവാള, 1/2 കപ്പ് അരിഞ്ഞ ക്യാപ്സിക്കം, കഴുകിയ മല്ലിയിലകൾ, 2 ടേബിൾ സ്പൂൺ വറുത്ത റവ. ഈ പാചകക്കുറിപ്പ് ആക്കുന്നതിന് ആവശ്യമായ സുഗന്ധവ്യഞ്ജനങ്ങൾ: 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ അല്ലെങ്കിൽ നെയ്യ് ആവശ്യമാണ്. പാകത്തിന് ഉപ്പ്. രീതി: ഈ പാചകക്കുറിപ്പിനായി നമുക്ക് കട്ടിയുള്ള തൈര് ആവശ്യമാണ്. ഇതിനായി തൈര് ഒരു അരിപ്പയിൽ ഒഴിച്ച് അതിന് താഴെ ഒരു പാത്രം വയ്ക്കുക. 2 മുതൽ 3 മണിക്കൂർ വരെ അടച്ച് മാറ്റിവെക്കുക. കട്ടിയുള്ള തൈര് അരിപ്പയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിലേക്ക് അരിഞ്ഞ പച്ചക്കറികൾ, വറ്റൽ പനീർ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ ചേർക്കുക. എല്ലാം നന്നായി കലർത്തി ഉണ്ടയായി കബാബ് ഉണ്ടാക്കുക. എല്ലാ വശത്തു നിന്നും വറുത്ത റവ കോട്ട് ചെയ്യുക. ഈ കബാബുകളെ 20 മുതൽ 30 മിനിറ്റ് വരെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക. ചട്ടിയിൽ എണ്ണ ചൂടാക്കുക. കബാബുകളെ വറുത്തെടുക്കുക. ഇളം സ്വർണ്ണ തവിട്ട് നിറമാകുന്നത് വരെ ഇടത്തരം തീയിൽ വേവിക്കുക. പനീർ കബാബുകൾ തയ്യാറാണ്. മൂന്നാമത്തെ പാചകക്കുറിപ്പ് ചീര കൊണ്ടുള്ള പാനീയമാണ്. ഈ പാചകക്കുറിപ്പിന് നിങ്ങൾക്ക് ആവശ്യമായവ: 1/2 കപ്പ് കഴുകിയ ചീര, ഒരു ചെറിയ വാഴപ്പഴം, ഒരു ആപ്പിൾ, 1/2 ടേബിൾ സ്പൂൺ തൈര്. രീതി: ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ചീര ചേർത്ത് 1 മിനിറ്റ് വേവിക്കുക. വെള്ളം കളയുക.
ചീരയെ തണുപ്പിക്കാൻ വെക്കുക. പഴങ്ങൾ കഴുകി തൊലി കളയുക. അരിഞ്ഞ പഴങ്ങൾ, ചീര, തൈര് വരെ ഒരു മിക്സറിലേക്ക് ഇടുക. മിനുസമാർന്ന പേസ്റ്റിലേക്ക് ഇത് അരച്ചെടുക്കുക. കുഴമ്പാക്കുന്നതിന് നിങ്ങൾക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കാൻ കഴിയും. ഇത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുക. എന്നിട്ട് സേവിക്കുക. ആപ്പിൾ കഷ്ണങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് അലങ്കരിക്കാൻ പോലും കഴിയും. ചെറുപയർ പൊതിഞ്ഞതാണ് അവസാന പാചകക്കുറിപ്പ്. ഈ പാചകക്കുറിപ്പിന് നിങ്ങൾക്ക് ആവശ്യമായവ 30 ഗ്രാം അല്ലെങ്കിൽ 1/2 കപ്പ് ചെറുപയർ, 4 മുതൽ 5 വരെ പനീർ, 2 ടേബിൾ സ്പൂൺ തൈര്, 1/2 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത്, ഒരു ചെറിയ കപ്പ് അരിഞ്ഞ സവാള, 1/2 കഷ്ണം ക്യാപ്സിക്കം. നിങ്ങൾക്ക് ഇവയും ആവശ്യമാണ്. അരിഞ്ഞ ക്യാബേജ്, ഒരു പച്ചമുളക്, നുള്ളു മഞ്ഞൾ, 1/4 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ എണ്ണ. രീതി: ചെറുപയർ കഴുകി വെള്ളത്തിലിട്ട് വെക്കുക. അടുത്ത ദിവസം വെള്ളം കളയുക. ഒരു മിക്സറിലേക്ക് മാറ്റുക. പച്ചമുളക്, 1 ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് അതിനെ നന്നായി അരച്ചെടുക്കുക. ഈ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. പിന്നീട് ഉപയോഗത്തിനായി ഇത് മാറ്റിവെക്കുക. ഫില്ലിംഗ് എങ്ങനെ നടത്താമെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയും. ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് മിനുസമാകുന്നത് വരെ അടിക്കുക. ഇതിലേക്ക് മഞ്ഞൾ, മുളക്, ഉപ്പ് എന്നിവ ചേർക്കുക. എല്ലാം നന്നായി ഇളക്കി പനീർ ചേർക്കുക. കഷ്ണങ്ങൾ നന്നായി കോട്ട് ചെയ്യുക. ഇത് 20 മിനിറ്റ് മാറ്റിവെക്കുക. 20 മിനിറ്റിന് ശേഷം ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കുക. സ്വർണ്ണ നിറം ആകുന്നത് വരെ. എന്നിട്ട് ഇത് തണുക്കാൻ വെക്കുക. ഒരു ചട്ടിയിൽ 1 ടീസ്പൂൺ എണ്ണ ചൂടാക്കുക. അരിഞ്ഞ എല്ലാ പച്ചക്കറികളും ചേർക്കുക. ഈ പച്ചക്കറികൾ മൃദുവായി മാറുന്നതുവരെ 5 മുതൽ 10 മിനിറ്റ് വരെ വറുത്തെടുക്കുക. ഒരു നുള്ള് ഉപ്പ് ചേർത്ത് അടുപ്പിൽ നിന്ന് നീക്കം ചെയ്യുക. തുടക്കത്തിൽ ഉപ്പ് ചേർക്കരുതെന്ന് ഓർമ്മിക്കുക. പച്ചക്കറികൾ മങ്ങിയതായിരിക്കും. പിന്നീടുള്ള ഉപയോഗത്തിനായി ഇത് മാറ്റിവെക്കുക. പൊതിഞ്ഞത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കുക. നേരത്തെ നമ്മൾ തയ്യാറാക്കിയ 1 സ്പൂൺ മാവ് ഒഴിക്കുക. ഒരു ദോശ പോലെ മാവ് പരത്തുക. 2 വശങ്ങളും പാകം ചെയ്യുന്നത് വരെ വേവിക്കുക. ഇത് 3 മുതൽ 4 മിനിറ്റ് വരെ എടുക്കും. തയ്യാറാക്കിയ ദോശ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. വറുത്ത പച്ചക്കറികളും പനീർ കഷ്ണങ്ങളും ദോശയിൽ വയ്ക്കുക. ദോശ ഉരുട്ടി ചൂടോടെ വിളമ്പുക. ഈ പാചകങ്ങളിലെല്ലാം പ്രോട്ടീൻ, നല്ല ഫാറ്റുകൾ, കാൽസ്യം, ഫോളേറ്റ്, മാഗ്നീഷ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. അയൺ, പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവ കൊണ്ടും സമ്പന്നമാണ്. ഇത് ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. കണ്ടതിന് നന്ദി.